ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ വീഡിയോ എൻ്റെ വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ, ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പൈസയൊന്നും പോയി കൊടുക്കില്ല. ഇതിൽ യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിൻ്റെ ഒരു വീഡിയോ ആണ്, ഒരു ഇൻസ്റ്റാഗ്രാം ഒരു തമിഴ് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ്. അപ്പം അവൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കാണാം. ஹலோ எல்லாருக்கும். ரஷ்யாவில் நீங்கள் டிரைவர் வேகன்சி இருக்கான்னு கேட்டுட்டு இருக்கீங்க. டாக்ஸி டிரைவருக்கே 1 லேக்லேருந்து 2 லேக்ஸ் வரைக்கும் நீங்கள் ஏர்ன் பண்ணலாம் பர் மந்த். பெரிய ஹெவி லோடட் டிரைவிங்லாம் இருந்துச்சுன்னா இன்னும் 2 லேக்ஸ் மேலே ஏர்ன் பண்ணலாம். ரஷ்யாவில் நீங்கள் டிரைவராக இருக்கணும்னா உங்களுக்கு ரஷ்யன் லைசன்ஸ் கண்டிப்பாக தேவை. நீங்கள் ஸ்டூடெண்ட்டாக இருக்கீங்க, இல்லைனா ஒர்க் பண்ணிட்டு இருக்கீங்க, உங்ககிட்ட ஆர்வப்போ இல்லை வேர்ன்ஸ் இருக்குன்னா நீங்கள் ரஷ்யன் லைசன்ஸ்க்கு அப்ளை பண்ணலாம். ஃபர்ஸ்ட் தியரியில் 800 கொஸ்டின்ஸ் இருக்கும். 800 கொஸ்டின்ஸுமே MCQ பேஸ்டு. இதில் 20 கொஸ்டின்ஸ் நமக்கு எக்ஸாமுக்கு வரும். அந்த 20ல நீங்க 2 தப்பு பண்ணாலும் அந்த எக்ஸாம் நீங்க ஃபெயில் ஆகும். இந்த கொஸ்டின்ஸ் எல்லாமே ரஷ்யன்ல தான் இருக்கும். நெக்ஸ்ட் பிராக்டிக்கல். இது கண்டிப்பா நீங்க இன்ஸ்ட்ரக்டர் கிட்ட ஓட்டி காமிக்கிற மாதிரி தான் இருக்கும். இது ரெண்டுத்துலயும் நீங்க பாஸ் ஆனீங்கன்னா உங்களுக்கு ரஷ்யன் லைசன்ஸ் கொடுத்துருவாங்க. லைசன்ஸை நீங்க நிறைய கண்ட்ரில யூஸ் பண்ணிக்கலாம். இதே மாதிரி வீடியோஸ் பார்க்கணும், மறக்காம സബ്സ്ക്രൈബ് பண்ணிக்கோங்க. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഈ കുട്ടി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി പറയുന്നത്, റഷ്യയിൽ ടാക്സി ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പിന്നെ ലൈസൻസ് എടുത്തിട്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നതിൽ കുറച്ച് മിസ്റ്റേക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പറയുന്നതിൽ ഭൂരിഭാഗം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു കമ്പനി ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു വിസക്ക് ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഒരു ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, റഷ്യൻ ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. അത് വളരെ ഡിഫിക്കൽട്ടായിട്ട്, വളരെ കഠിനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വായിക്കാനും എഴുതാനും റഷ്യൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി പുറത്ത് രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു റഷ്യൻ ലാംഗ്വേജ് പഠിച്ച് ഈ എക്സാം പാസ്സാവും എന്നുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഒരിക്കലും പഠിച്ച് പാസ്സായി പിന്നെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. 3 വർഷം നിങ്ങൾ പേഴ്സണൽ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. അത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ടുള്ള, ഇവിടെ ഒരു ടാക്സിയോ ഒരു ട്രക്സോ അങ്ങനെയൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസർ ഒരുപാട് നമ്മുടെ ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. അപ്പോൾ ഇവളിപ്പം ഈ ഒരു നമ്പറൊക്കെ കൊടുത്തിട്ട് കുറേ വിസയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലാന്ന് തോന്നുന്നു ഈ ഒരു പെൺകുട്ടി വന്നിട്ടുള്ളത്. അപ്പം സ്റ്റുഡൻറ്റ് വിസയെ ഇത് എത്രത്തോളം ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇതാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ഏകദേശം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ മിസ്റ്റേക്സ് ഉണ്ട്, ഒരുപാട് മിസ്റ്റേക്സും ഉണ്ട്. അപ്പം പറയുന്ന എല്ലാം വ്യക്തമായിട്ടല്ല പറയുന്നത്. കുറേ കാര്യങ്ങൾ മിസ്റ്റേക്സ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാതെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇതിൽ പറയുന്നത് വെച്ചാൽ, ഇവിടെ വന്നിട്ട് റഷ്യൻ ലാംഗ്വേജ് പഠിച്ച് ഒരു എക്സാമൊക്കെ എഴുതണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്ര പെട്ടെന്ന് നമുക്കൊന്ന് പഠിച്ചെടുത്ത് അതും ഒരു റഷ്യൻകാർ വായിക്കുന്ന പോലെ റഷ്യൻ ലാംഗ്വേജ് നമുക്ക് വായിക്കാൻ അറിയണം, എഴുതാൻ അറിയണം. അതുപോലെ തന്നെ ഈ ടെസ്റ്റിനുള്ള ആൻസർ കൊടുക്കാൻ അറിയണം. അങ്ങനെ ലേണിംഗ് ടെസ്റ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അങ്ങനെ അത് പെട്ടെന്ന് നടക്കുന്ന സംഭവമല്ല. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി വഴി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് ഇങ്ങനെ ഒരു വർക്ക് വിസയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള സംഭവമല്ല. അങ്ങനെയൊന്നും ഒരിക്കലും അത് വളരെ ഒരു ഡിഫിക്കൽട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, റഷ്യയിലുള്ള ആളുകൾക്ക് അറിയായിരിക്കും. ഇവിടെ അങ്ങനെ ഇന്ത്യക്കാരായിട്ട് ടാക്സി ഓടിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ആരും അങ്ങനെ പൊതുവെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള പരസ്യങ്ങളിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി ക്യാഷ് കൊടുത്ത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. സ്റ്റുഡൻറ്റ് വിസ, ബിസിനസ് വിസ, ഇ വിസ, അതുപോലെ ഇങ്ങനെയുള്ള വിസകളൊന്നും നമുക്ക് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. വർക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർദോവനെ ദിയത്തൊൽനോസ് എന്നാണ് ആ വർക്ക് വിസനെ പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് വിസ ആയത്തുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ, ഒരുപാട് ഇൻഫ്ലുവൻസർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഈവൻ ഒരു റഷ്യയിലുള്ള ഒരു വ്യക്തി, കാരണം ഞാൻ എന്നെ പോറ്റി പറയുന്നൊന്നുമല്ല,
ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു ഈക്വൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ റഷ്യയിലുള്ള ഒരു വ്യക്തിക്ക് ഉള്ളത് കാരണം അവർക്ക് ഏകദേശം കാര്യങ്ങൾ അറിയായിരിക്കും ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ റഷ്യൻ ഇതിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്താണ്. അപ്പം എനിക്കതിൽ സമയം കിട്ടിയിരുന്നില്ല റഷ്യൻ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ താമസിയാതെ തന്നെ റഷ്യയിലെ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ റഷ്യൻ ലൈസൻസ്, കാരണം ഞാൻ നാട്ടിൽ ഉള്ള ലൈസൻസ് വെച്ച് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇവിടെ അത് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് റഷ്യൻ എംബസിയിൽ പോയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാം പേഴ്സണൽ ആവശ്യത്തിന്. പ്രൊഫഷണലായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടാക്സി ആൻഡെക്സ് ഒക്കെ ഓടുകയാണെങ്കിൽ നല്ല ഇതാണ്. അതായത് നമുക്ക് വിചാരിക്കുന്ന പോലെ ആൻഡെക്സ് ടാക്സിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ഇതാവും റിങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വൈപ്പ് ചെയ്തിട്ട് വീണ്ടും അടുത്ത കൊണ്ടുവരും. അങ്ങനെ നമുക്ക് ഒരു ആൻഡെക്സിലൊക്കെ ഓടിയാലും 1500, 2000, 2500 ഒക്കെ ടാക്സി ഓടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഇൻകം കിട്ടുവാണെങ്കിലും അതിൽ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു 70,000 ഒക്കെ ബാക്കിയാക്കാൻ പറ്റും നമ്മുടെ ഒരു ബാലൻസ് എന്നുള്ളത്. ബാക്കിയൊക്കെ നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ട്രക്സ് ഡ്രൈവേഴ്സിന് ഒരുപാട് വേക്കൻസികളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പരസ്യങ്ങൾ ഞാൻ കണ്ടു. ഇങ്ങനെ ട്രക്സ് ഡ്രൈവേഴ്സിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് കുറേ അഡ്വർടൈസ്മെൻറ്റ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത വീഡിയോയിലൂടെ നമുക്കൊരു ഒരു വ്യക്തിയുടെ ഒരു അനുഭവം, ഈ വിസയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ അനുഭവം കൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ എന്തായാലും ബൈ.